ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടെക്കൗണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നോവ ലോഞ്ചറിനെ കുറിച്ചാണ്. നോവ ലോഞ്ചർ ഒത്തിരി പേർക്കും അറിയാം. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്. നോവ ലോഞ്ചർ നമ്മൾ പൊതുവേ നമ്മുടെ ഫോണിൻ്റെ ലുക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യും, അതിൻ്റെ വാൾപേപ്പേഴ്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഞാനാണെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യും. വാൾപേപ്പർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ വ്യത്യാസം തോന്നത്തില്ല. പക്ഷേ ഈ ലോഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ആപ്പിന് നമ്മൾ ആപ്പൊക്കെ അടുക്കി വെക്കുന്ന രീതി ഉണ്ടല്ലോ, അത് അറേഞ്ച്മെൻ്റ് ഒക്കെ മാറ്റും, ആപ്പിൻ്റെ ഡിസൈൻ തന്നെ മാറ്റും. ഒത്തിരി യൂസ് ഉണ്ട്. കാരണം ഉള്ളത് വെച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് ആപ്പാണ് നോവ ലോഞ്ചർ. ഈ നോവ ആപ്പ്, ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലസ് സ്റ്റോറിൽ കിട്ടുന്നതാണ്. നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. നമുക്കത് വീഡിയോ ഇട്ട് കിടക്കാൻ വെച്ച് താമസിക്കുന്നില്ല. ആദ്യമേ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന ശേഷം നിങ്ങൾ എന്നിട്ട് നോവ ലോഞ്ചർ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നോവ ലോഞ്ച് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഒരു ലോഞ്ചർ കാണും. ആ ലോഞ്ചിന് മാറ്റാൻ വേണ്ടി നിങ്ങൾ ഈ നോവ ലോഞ്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ 5 കാര്യങ്ങൾ അവർ പറയും. അതേപോലെ ചെയ്താൽ മതി, എളുപ്പമാണ്. അതിന് ഞാനിപ്പോൾ നോവ ലോഞ്ചർ ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, ഒരു പുതിയ ഫോൺ പോലെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ മുമ്പ് കണ്ട പാറ്റേണേ അല്ല ഇപ്പോൾ വെച്ചേക്കണേ. ആപ്പൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് വേറെ രീതിയിലാണ്. ഞാൻ നിങ്ങളെ കാണിക്കാതെ. ഇപ്പോൾ ആപ്പ് നിങ്ങൾ കാണാം, ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കാണുന്നത്. മുമ്പ് കണ്ട പോലെ അല്ല, ഒരു ഹൊറിസോണ്ടലാണ് ഇങ്ങനെ. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് നീക്കാൻ അറേഞ്ച് ചെയ്ത് വെക്കാം, വെർട്ടിക്കലാക്കാം, ഹൊറിസോണ്ടൽ ആക്കാം. അത് നിങ്ങളാണെങ്കിൽ സെറ്റിങ്സ് കയറുക. നോവ സെറ്റിങ്സ് കയറി കഴിഞ്ഞ് അതിനകത്താണെങ്കിൽ ആപ്പ് ഡ്രോ എന്ന് വെച്ച സംഭവം കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഹൊറിസോണ്ടലാണ് ഇപ്പോൾ കിടക്കുന്നത്. വെർട്ടിക്കലാക്കാം, ലിസ്റ്റിലുണ്ട്. ലിസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, വെർട്ടിക്കൽ കിടക്കാം. വെർട്ടിക്കലാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെർട്ടിക്കൽ നീക്കാൻ പറ്റുന്നതാണ്. പിന്നെ ആണെങ്കിൽ അതിൻ്റെ എഴുതിയിരിക്കുന്നതാണോ ലെറ്റേഴ്സ് ചെയ്തേക്കുന്ന സ്റ്റൈല് വലുതാക്കാം, ചെറുതാക്കാം. പിന്നെ അതിന് കളർ മാറ്റാൻ പറ്റും. അത് ഞാൻ കളർ മാറ്റാൻ കാണിക്കാം. കളർ മാറ്റാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യും. ഇതിനകത്തൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കോ ബ്ലൂവോ എല്ലാം കൊടുക്കാം. ഞാൻ ബ്ലൂ കൊടുത്ത് കാണിക്കാം. ബ്ലൂ കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കളർ കാണും. അത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബ്ലാക്ക് കൊടുക്കാം. എൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊടുക്കാം. പക്ഷേ ഞാൻ വൈറ്റ് ആണ് കൊടുക്കുന്നത്. വൈറ്റ് പിന്നെ നല്ലത് കാണാൻ. പിന്നെ എന്നിട്ട് ഷാഡോ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കാണാം, ലെറ്റേഴ്സിന് പിന്നെ ചെറിയൊരു ഷാഡോ എഫക്റ്റ് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഞാൻ ട്രാൻസ്പെറൻ്റാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇതേപോലെ വെള്ള കളറിൽ കാണാൻ പറ്റും സ്ക്രീന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രയും. അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് വെച്ചാൽ നിങ്ങൾക്കും വെക്കണം, ഇഷ്ടമുണ്ടെങ്കിൽ വെക്കാം. പിന്നെ നിങ്ങൾ ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോൾ അവിടെ എഡിറ്റ് കഴിഞ്ഞ് ബട്ടൺ വരും. എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല ഷേപ്പിൽ ഗൂഗിൾ കാണാൻ പറ്റും. എൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻ്റെ സെറ്റ് ചെയ്ത് വെക്കാം. കേർവ് ഷേപ്പിൽ കാണാം, റെക്ടാങ്കിൾ ഷേപ്പിൽ കാണാം, പിന്നെ പല ഷേപ്പിൽ കാണാം. പിന്നെ ഗൂഗിൾ വെള്ള കളർ സൈഡിൽ കാണാനുള്ള വെള്ള കളർ ബാക്ക്ഗ്രൗണ്ട് കാണാം. അത് ഇല്ലാതാക്കാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യുക. ഗൂഗിളിൻ്റെ ഡിസൈൻ സെറ്റ് ചെയ്യാം. ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെങ്കിൽ സെറ്റ് ചെയ്യാം, ഇഷ്ടമുള്ള. പിന്നെ ആണെങ്കിൽ ഒത്തിരി സംഭവമുണ്ട്. പിന്നെ താഴെ ക്ലാസിക്കലുണ്ട്, അസിസ്റ്റൻ്റ് ഉണ്ട്. ഞാൻ അസിസ്റ്റൻ്റ് വെച്ചേക്കണേ. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വണ്ടയ്ക്ക് ഇങ്ങനെ അട്ടിക്ക് ക്ലിക്ക് ചെയ്യാൻ മതി, ഓക്കെ ആയിക്കോളും. പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഓണോ ആപ്പിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. ഇപ്പോൾ മറ്റേ സാധാരണ ലോഞ്ചേഴ്സിനൊന്നും ഇങ്ങനെ പറ്റില്ല. നമുക്ക് എന്ത് വേണേൽ അടിച്ചു വെക്കാൻ, കുഴപ്പമില്ല. പക്ഷേ ആപ്പിൻ്റെ പേര് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒത്തിരിയും കാര്യങ്ങളുണ്ട് ഈ ലോഞ്ചേഴ്സ് കൊണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ലോഞ്ചേഴ്സ് കൊണ്ട് യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് വേണമെന്ന്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്ന